ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ല തെളിച്ചമുണ്ടായിരുന്നേ. മക്കൾക്ക് അവധി കൊടുക്കുമ്പോൾ അല്ലെങ്കിലും രാവിലെ തെളിച്ചുവാ. ഇനിയിപ്പോൾ ഒന്ന് ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും മഴയും തുടങ്ങും. ഏതായാലും രാവിലെ നല്ല തെളിച്ചവും വെയിലൊക്കെ തെളിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കാപ്പിക്ക് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ ഓർത്തേക്കുന്നത്. തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന അരി പൊടിച്ചുള്ള പുട്ടാണേ. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഇന്ന് കുറേ നേരം തീ കത്തിക്കാൻ നോക്കിയിട്ടും തീ കത്തുന്നില്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിലേക്കാണ് കേട്ടോ ഇന്ന് ചോറ് വെച്ചത്. അങ്ങനെ ചോറൊക്കെ വെച്ച് പിന്നെ പയർ വേകാൻ അടുപ്പിലോട്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ഇന്നപ്പോൾ നമ്മൾ കാപ്പിക്ക് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അരി കുതിർത്ത് വെച്ചിട്ടുള്ളതൊന്ന് കഴുകി തോരാൻ വെക്കുവാണേ. അപ്പോൾ അതൊന്ന് തോരുമ്പോഴത്തേക്ക് ഈ ജാറൊന്ന് കഴുകിയിടണം. ഇന്നലെ ഞാൻ മഞ്ഞൾ പൊടിച്ച് പകുതിയാക്കി വെച്ചതാണേ. അപ്പോൾ ജാറ് ചൂടായതുകൊണ്ട് നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ മഞ്ഞൾ ഈ ജാറിനകത്തൊന്ന് മാറ്റണം. എന്നിട്ട് ഈ ജാറ് തന്നെ കഴുകി എടുത്തിട്ട് വേണം നമുക്ക് അരി പൊടിക്കാനേ. അപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന ശകലം മഞ്ഞളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയാൻ പാട് കുറച്ചേ ഉള്ളൂ. അളവ് കുറവായതുകൊണ്ട് ആ ജാറിനകത്ത് പൊടിയാൻ പാട്. ചെറിയ പൊടിച്ചെടുക്കാവേ. അപ്പോൾ ജാറൊക്കെ കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മഞ്ഞൾ പൊടിച്ചത് കൊണ്ട് ചെറിയൊരു മഞ്ഞ കളറുണ്ട് ജാറിന്. ആ മഞ്ഞ കളർ പൊടിച്ച് അരിപ്പൊടിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴത്തേനും ഇതേ പുറത്ത് നല്ല മഴ നടക്കുന്നു കേട്ടോ. തോർച്ച മാറി പെട്ടെന്ന് മഴയായി. പിന്നെ ഞാൻ പുട്ടടുപ്പിലോട്ട് വെച്ചു. ഇനി പുട്ട് എളുപ്പമായിക്കോളൂല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു പോകാം. അപ്പം ഇന്നലെ കഴുകി വെച്ച പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചേ. ഇനിയിപ്പം കിടക്കുന്ന പാത്രം പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചാൽ അതും അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. എനിക്കും ദേവൂട്ടിനും ഇന്ന് ഹോസ്പിറ്റലിലൊന്ന് പോകണം. അപ്പം നന്ദൂട്ടൻ രാവിലെ ഏട്ടൻ കൊണ്ട് വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരും കൊണ്ട് പോക്ക് കുഴപ്പമില്ല, ആവശ്യമില്ലാതെ ആശുപത്രി കൊണ്ടുപോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. അങ്ങനെ കുഞ്ഞിനെ വിടണം. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ പണിയും ഇന്ന് ഒതുക്കി വെച്ചിട്ട് പോകാം. തിരിച്ച് കയറി വരുമ്പോൾ പണിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം പാത്രമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴുകി കഴിഞ്ഞു. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയായി. അതിൻ്റെ കൂടെ തക്കാളിക്കറിയും വെച്ചായിരുന്നു കേട്ടോ. തക്കാളിക്കറിയും പപ്പടവും മെഴുക്കുവരട്ടിയും ഉച്ചത്തേക്കുള്ളതുമായി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കുവാണേ. അപ്പോൾ നമ്മുടെ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടന് പോകാറായി. കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുവാണേ. അവൻ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ അവധി ഇങ്ങനെ മഴ അവധി കിട്ടുമ്പോൾ തന്നെ പിള്ളേർക്കറിയില്ല ദുരിതമൊന്നും. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ സ്കൂളിൽ പോകാതിരിക്കാൻ. അതുകൊണ്ട് വലിയ ഹാപ്പിയിലാണ് കേട്ടോ ആൾ പോകുന്നത്. അങ്ങനെ കുഞ്ഞ് പോയി കഴിഞ്ഞ് ഏട്ടനും കുഞ്ഞും പോയി കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങുവാണേ. ഞങ്ങളും കൂടെ പോയിട്ട് എളുപ്പം വന്ന് ഒരു താമസവും ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്നു. അപ്പോൾ പിന്നെ തിരിച്ച് വന്നിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. പിന്നെ രാവിലെ ഏട്ടൻ പിള്ളേരോട് ചോദിച്ചു എന്നാ പപ്പം വേണം വൈകിട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു പൊറോട്ട മതിയെന്ന്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കുവാണേ. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം പൊറോട്ട ഉണ്ടാക്കാൻ. ഇന്ന് നന്ദൂട്ടിനോടും ദേവൂട്ടിനോടും ഏട്ടൻ ചോദിച്ചു എന്തെങ്കിലും അപ്പാപ്പം മേടിച്ചുകൊണ്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ പൊറോട്ട മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം പൊറോട്ട എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നീ ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാ വെറുതെ മേടിക്കുന്നതെന്ന് ഓർത്തു. മുട്ടക്കറിയും കൂടെ വെക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നേരത്തെ കുഴച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ഒന്നും ഇടാതെ തന്നെ അത് കുഴച്ച് വെക്കാം. അപ്പം ഞാൻ നേരത്തെ കുഴച്ച് വെക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇവിടുന്ന് കഴുകണം. അതിനായിട്ട് ഇവിടെ എല്ലാം ഒതുക്കുമായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചാൽ കുഴയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് അഴുക്കൊന്നും അതിൽ കാണുമല്ലോ. എന്തായാലും തുടയ്ക്കുന്നതും കഴുകുന്നതൊക്കെയാണ്. എന്നാലും ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതല്ലേ, ഇത്രയും ഭാഗം ഒന്ന് കഴുകിയേക്കാൻ നോക്കും കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ടേ. നല്ല വെയിലകത്തോട്ട് കയറുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴായിരിക്കും മഴ. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെ നമുക്ക് പറയാൻ പറ്റുകയില്ല. പെട്ടെന്ന് മാറ്റം വരുവേ. അപ്പോൾ എന്തായാലും ഞാനത് കുഴച്ച് വെച്ചിട്ട് നല്ല വെയിലൊക്കെ അല്ലേ, പുറത്തേക്കൊന്ന് ഇറങ്ങണം. ഇത് ഇരിക്കട്ടെ, കുറേ നേരം കഴിഞ്ഞ് ഇനി എടുക്കത്തുള്ളൂ. അപ്പം പുറത്തെ പണികളൊക്കെ ചെയ്തിട്ട് വരാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പം നല്ല വെയിൽ. അപ്പം നല്ലതായിട്ട് ഉണങ്ങിയാലേ നമ്മുടെ മുറ്റം അടിക്കാൻ പറ്റുള്ളൂ. വണ്ടിയൊക്കെ കയറുമ്പോൾ ഈ ഫ്രണ്ട് മുറ്റം ഭയങ്കരമായിട്ട് ചളവുകളും ആവുമേ. അപ്പം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് ഇച്ചിരി ഉണങ്ങാൻ നമുക്ക് മുറ്റം അടിക്കാനോ ഒന്നും ഇറങ്ങാനും പറ്റുകയില്ല. അപ്പം ഇപ്പോൾ 2 ദിവസമായി മുറ്റം അടിച്ചിട്ട് വലിയ ചപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും മൊത്തം വൃത്തികേടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അകത്തേക്ക് കയറിയേ. അപ്പോഴത്തേനും അടുത്ത ചെറിയ ചാറ്റമഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വെയിലും തെളിയുന്നു. എന്നാ ഒരു കാലാവസ്ഥയല്ലേ. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ അകത്തോട്ട് കയറി പോന്നു കേട്ടോ. പിന്നെ ബാക്ക് മുറ്റം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് മുറ്റത്തേ ഉള്ളൂ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്. നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ കയറി വന്ന് എൻ്റെ ബാക്കി പണി ചെയ്തു. കുറേ കഴിഞ്ഞാണ് സമയമെടുത്ത് പല ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബോൾ പിടിച്ച് വെച്ചായിരുന്നു.
ഇടയ്ക്ക് അത് കഴിഞ്ഞ് വീശി ചുറ്റി വെക്കാൻ പോവാണേ. അപ്പോൾ ഇത് ചുറ്റി വെച്ചാൽ പതുക്കെ പതുക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുമേ. അപ്പോൾ നമ്മൾ സോഡാപ്പൊടിയും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ പതുക്കെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ചുറ്റി വെക്കുവാണേ. നമുക്ക് കടയുണ്ടായിരുന്നപ്പോൾ ഞാനങ്ങനെ പൊറോട്ടയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം കൂടുതൽ ഓർഡറൊക്കെ വരുമ്പോൾ ഞാനും കൂടെ കൂടുമായിരുന്നു. വലിയതായിട്ട് അറിയത്തൊന്നുമില്ല, എന്നാലും ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ അറിയാം. അത്യാവശ്യം ഒന്ന് ചെയ്യാനറിയാം. അപ്പോൾ അത് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്നാത്തിനാണ് വെറുതെ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതെന്ന് ഓർത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചത്. കഴിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. ഒത്തിരി ഒന്നും പൊറോട്ട അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്ക് വല്ലതും പിള്ളേർ അങ്ങനെ ആഗ്രഹിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. നമുക്ക് കടയുണ്ടായിരുന്നപ്പം ഈ ദേവൂട്ടിനൊന്നും ഒട്ടും കഴിക്കില്ല, പൊറോട്ടയെ അവന് വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വേണ്ട എന്നോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വീശി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇതേ കറി വെക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റാനായിട്ടിട്ട് ദേവൂട്ടിന് എൻ്റെ കൂടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാമറയുടെ മുന്നിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. ഞാനെല്ലാം കാണിക്കാത്ത മക്കളെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് കമൻറ്റ് സെക്ഷൻ ഓഫായി പോയില്ലേ. അത് മാറാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഞാൻ കുറേ നോക്കിയിട്ടും അത് പറ്റുന്നില്ല. എന്നാ പറ്റുന്നു, അത് മാറുന്നില്ല. കുഞ്ഞു മക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം കമൻറ്റ് സെക്ഷൻ ഓഫായി പോകും. പിന്നെ ഇടയ്ക്കൊക്കെ വന്നു പോകുമല്ലോ നമ്മുടെ കൂടെ എപ്പോഴും വർത്താനമൊക്കെ പറഞ്ഞ് മക്കളെപ്പോഴും ദേവൂട്ടിന് ഇന്ന് രാവിലെ തുടങ്ങിയ വർത്താനമാണേ. ഞങ്ങളങ്ങോട്ട് പോകുമ്പോഴും ബസ്സേൽ ഇരിക്കുമ്പോഴും വഴി നിൽക്കുമ്പോഴും ഒക്കെ വർത്താനമായിരുന്നു. മൊത്തം ഞാൻ കേട്ടുമില്ലെന്ന് പറയുന്നതാണ് കേട്ടോ സത്യം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലതൊക്കെ നമ്മൾ മിസ്സായി പോകും. പിന്നെ എല്ലാം മോൾ കേൾക്കുവേ. ചിലത് പിന്നെ ചോദിക്കുമ്പോഴത്തേന് ഞാൻ മറന്നും പോകും. അപ്പോഴത്തേനും അമ്മയോട് പറഞ്ഞതല്ലേ ചോദിച്ച് വഴക്കുണ്ടാക്കുവേ. അപ്പോഴത്തേനും അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറയുന്നുണ്ട് ആളെ. ക്യാമറയുടെ പുറകിലാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വേണ്ട വന്ന് പൊടിയൊക്കെ ചേർത്തു കേട്ടോ. ഇന്ന് നമുക്ക് മീറ്റ് മസാലയൊന്നുമില്ല, അല്ലാതെ മസാലയൊക്കെ ഇട്ടാണ് വെച്ചത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട്. അപ്പം നല്ലതാണോ എന്ന് നോക്കുമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം ചിലപ്പോൾ നമുക്ക് മീറ്റ് മസാല ഇട്ടില്ലെങ്കിൽ നമുക്കൊരു പേടി വരും, ശരിയായില്ലെങ്കിലോ എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു. നേരത്തെയൊക്കെ ആണെങ്കിൽ പണ്ടൊരു പ്രാവശ്യം ഞാനും ഏട്ടനൊക്കെ കൂടെ ഒരു ചിക്കൻ കറി വെച്ചിരുന്നു കേട്ടോ. ചിക്കൻ കറി ഞങ്ങൾക്ക് നാടൻ കറിയായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചു. മുളക് പൊടി ശകലം കൂടിപ്പോയി. എൻ്റെ പൊന്നെ, അത് കാരണം അത് കഴിക്കാനേ പറ്റിയില്ല, മൊത്തം കുളമായിപ്പോയേ. അതേ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് പേടിയായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടിയും മാത്രം ഇട്ട് വെക്കുമ്പോൾ. ഇപ്പോൾ കുറച്ചുകൂടെ സെറ്റായെന്ന് തോന്നുന്നു, കുഴപ്പമില്ലാതെ എല്ലാം ചെയ്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നിപ്പം കറി കുഴപ്പമില്ല, നല്ലതാണേ. അതിൻ്റെ ഇടയ്ക്ക് ദേവട്ടം വന്ന് ഓരോ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞാൻ 2 കല്ല് അടുപ്പ് വെച്ചേക്കുന്നതുകൊണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അവനെ നോക്കാൻ തിരിഞ്ഞ് നിന്നാൽ അവൻ കണ്ണ് പറിക്കാൻ സമ്മതിക്കുകയല്ല. അവൻ എന്തേലും അപ്പോൾ തന്നെ എൻ്റെ അടുപ്പേ കിടക്കുന്ന കരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു മക്കൾ കുറച്ച് നേരം മിണ്ടായിരിക്കാം, ഇതൊന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞേ. എന്നിട്ട് എളുപ്പം ഞാൻ പൊറോട്ട ഉണ്ടാക്കി കേട്ടോ. ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ക്ലീനിങ് ഒരു പണിയാണല്ലോ. മൊത്തം കഴുകിയിട്ടുണ്ടായിരുന്നു, എണ്ണമയമല്ലേ ഫുള്ള്. അങ്ങനെ ഫുള്ള് കഴുകി ക്ലീൻ ആക്കിയിട്ടു. എന്നിട്ട് ഞാൻ എളുപ്പം പോയി കുളിച്ചിട്ടും കൂടെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ ഇട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുവാണേ. നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകളൊക്കെ ഇടാനും മറക്കില്ലേ.